ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പേജ്. ഇവിടെ ഇപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്രിസ്റ്റഫർ നോളൻ്റെ ദി ഒഡീസി. അതിൻ്റെ ഒരു ചെറിയ ഒരു ഗ്ലിംസാണ്. എക്സാക്ട്ലി ദ മൂവിയല്ല നമ്മൾ പറയുന്നത്. ഈ മൂവി കാണുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു ഹിസ്റ്ററി. സോ ഒഡീസിയിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ഗ്രീക്കും ട്രോയും തമ്മിലുള്ള ഒരു ഫൈറ്റിനെ കുറിച്ചൊന്ന് പരാമർശിച്ചേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലൻ ഓഫ് സ്പാർട്ടയെ വിച്ച് ഈസ് ക്യൂൻ ഓഫ് സ്പാർട്ട, പുള്ളിക്കാരിയെ ട്രോയ് പ്രിൻസ് അടിച്ചുകൊണ്ട് വരുന്നതിലാണ് ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂൻ ഓഫ് സ്പാർട്ട ഓൾറെഡി അവിടുത്തെ കിങ്ങിനെ ആൾക്ക് ഹസ്ബൻഡ് ഉണ്ട്, ഒരു കിങ് ഉണ്ട്. അങ്ങനെ ഇരിക്കലാണ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആളുടെ എൽഡർ ബ്രദറായ ആഗനസിൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, ഇത് ചോദിക്കണം, അവളെ തിരിച്ചുകൊണ്ട് വരണം. ബിക്കോസ് ഹെലൻ ഓഫ് സ്പാർട്ടയാണ് അവിടുത്തെ ഏറ്റവും സുന്ദരി, ബെസ്റ്റ് ബ്യൂട്ടി എന്ന് പറയുന്നത് ഹെലൻ ഓഫ് സ്പാർട്ട ആയിട്ടാണ് നമ്മുടെ ഹിസ്റ്ററിയിൽ, ഈ മിത്തിൽ പറയുന്നത്, മിത്തോളജിയിൽ പറയുന്നത്. പുള്ളിക്കാരിയെ ട്രോയ് അടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇവരെല്ലാവരും ഗ്രീക്ക് യുണൈറ്റ് ചെയ്ത് ട്രോയെ യുദ്ധം ചെയ്ത് രാജ്ഞിയെ തിരിച്ചു കൊണ്ടുവരലാണ് ഇവരുടെ പർപ്പസ്, ഇവരുടെ യുദ്ധത്തിൻ്റെ. അതുമാത്രമല്ല പർപ്പസ്, ആഗമനസിന് വേറെയും ചില പ്ലാനുകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എത്തുന്നില്ല. യുദ്ധം 9 വർഷം കഴിഞ്ഞിട്ടും കഴിയുന്നില്ല. കാരണം ഈ ട്രോയുടെ വാൾസ് പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്, സ്ട്രക്ചറിങ് ആണ് അവരുടേത്. പക്ഷെ ട്രോയ് ആർമി ഇത്രയും പവർഫുള്ളാണെന്ന് വെച്ചാൽ അവർ ഔട്ട് നമ്പേർഡാണ്. എൻ്റയർ ഗ്രീക്കാണ് വന്നേക്കണേ ആഗമനസിൻ്റെ അണ്ടറിൽ. സോ കോമ്പാക്റ്റ് ഡയറക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ദേ വിൽ ഫെയിൽ. പക്ഷേ ഈ ഗേറ്റ് കടക്കാൻ പറ്റുന്നില്ല. പുറത്ത് 9 വർഷമായി. അപ്പോൾ ഈ എല്ലാവരും യുദ്ധത്തിന് ഒന്നൂര് ഇവിടെ തന്നെ കിടപ്പാണ്, എന്നും യുദ്ധം. അങ്ങനെ ഇരിക്കാനാണ് ദി ഒഡീസിക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. അഗെയിൻ ആ ഐഡിയ കൊടുക്കുന്നത് അവൻ പ്രീതിപ്പെടുത്തുന്ന, പ്രൈസ് ചെയ്യുന്ന അവൻ്റെ ഗോഡായ എത്തീനയാണ് ആ ഒരു ഇത് കൊടുക്കുന്നത്. എത്തീന ഗോഡ് ഓഫ് വാർ ആണ്, വിസ്ഡം ഐഡിയാസ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഒഡീസിയസിൻ്റെ മനസ്സിൽ എത്തീനിയ ഒരു ഐഡിയ കൊടുക്കുകയാണ്. അത് ഒഡീസിയസ് അത് എക്സിക്യൂട്ടും ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുതിരയുടെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ പടയാളികളും ഒഡീസിയസും മെയിൻ ആൾക്കാരൊക്കെ കുറച്ച് പേര് അതിൽ കയറി കിടക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഗ്രീക്കാരെല്ലാവരും ഇത്ര വർഷമായില്ലേ തോറ്റു എന്നുള്ള പോലെ റിട്രീവ് ചെയ്ത് പോകുന്നു. പോയതിന് ശേഷം ഈ ഒരു കുതിരയെ മാത്രം ഇവർ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ കുതിരയുടെ അകത്ത് ഇവർ ഇത്രയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. അവരുടെ വിശപ്പും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ഈ ഇവർ പോയെന്ന് ഉറപ്പുവരുത്തി 2 ദിവസം കഴിയുമ്പോൾ ട്രോയ് പുറത്തേക്ക് വന്നിട്ട് ഇതെന്താ സംഭവം എന്നൊക്കെ നോക്കി അവസാനം ഒരു പടയാളി അവിടെ ഉണ്ടാവും ഗ്രീക്കിൻ്റെ പുറത്ത്. അപ്പോൾ പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്തിട്ട് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് എത്തീനയ്ക്കുള്ള ഒരു ഓഫറിംഗ് ആണ്. എത്തീന ഗോഡസ് ഓഫ് വാർ. അപ്പോൾ ഇവർക്കും എത്തീന ഗോഡ് തന്നെയാണ്, ആർക്ക്? ട്രോയ്ക്ക്. അപ്പോൾ ട്രോയ് ഇത് ദൈവത്തിന് കൊടുത്ത ഓഫറിംഗ് അല്ലേ, നശിപ്പിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കുതിരയെ കെട്ടി വലിച്ച് ട്രോയുടെ അകത്തേക്ക് കൊണ്ടുപോകും. അകത്ത് കൊണ്ടുപോയി വൺ ഓഫ് ദ മെയിൻ സെൻറ്ററിൽ അവരതിങ്ങനെ പ്രതിഷ്ഠിച്ച് അന്ന് രാത്രി എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുതിരയുടെ അകത്തുനിന്ന് ഒഡീസിയസും അവൻ്റെ ഗ്യാങ്ങും ഇറങ്ങി മെയിൻ ഗേറ്റ് തുറക്കും. പുറത്തൊളിച്ചിരിക്കുന്ന ഗ്രീക്ക് പട അകത്ത് വന്ന് ട്രോയെ നശിപ്പിക്കുന്നു, തകിടുപൊടി ഭസ്മമാക്കുന്നു. ഇത് കഴിയുന്നു. ഗ്രീക്കിൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നു. ഇവരെല്ലാവരും തിരിച്ചു പോവുക. ഇവരെല്ലാവരും പല ഗ്രീക്ക് എൻ്റയർലി വരാമെന്ന് പറയുമ്പോൾ പല കിങ്ഡത്തിലത്തെ ആൾക്കാർ ആഗമനസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. സോ ഇവരെല്ലാവരും ഓരോരോ വഴിക്ക് തിരിച്ചു പോവാണ് ഇവരുടെ ഷിപ്പിൽ. അപ്പോൾ ഈ ഒഡീസിയസ് അവൻ്റെ 3 കപ്പലും അവൻ്റെ ആൾക്കാർ ആയിട്ട് ഇവൻ തിരിച്ചു പോവാണ്. ഈ തിരിച്ചു പോകുന്ന ഇവൻ ഒഡീസിയസ് ആക്ച്വലി ഒരു 2 ആഴ്ച ടൈം ഫ്രെയിം മതി വീടെത്താൻ. പക്ഷെ എത്തുന്നില്ല. എന്തുകൊണ്ട്? അപ്പം ഈ ഒരു ഗ്യാപ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ക്രിസ്റ്റഫർ നോളൻ്റെ ദി ഒഡീസിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഗ്ലിംസ് മൂവിയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് കാണിക്കുമ്പോൾ എന്താണെന്ന് അറിയാണ്ടിരിക്കാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം. ഒഡീസിക്ക് ഒരു 20 വർഷം എടുക്കും തിരിച്ച് അവൻ്റെ കിങ്ഡത്തിലേക്ക് എത്താൻ.
2 ആഴ്ച ടൈം ഫ്രെയിമിൽ ഒരു യാത്ര ചെയ്യുന്ന 20 വർഷം എടുക്കും. അപ്പോൾ ഇവർ യാത്രയിൽ അവിടം വരെ എത്താനുള്ള ഫുഡ് സപ്ലൈസ് ഇല്ല. അപ്പോൾ ഇവർ പല സ്ഥലങ്ങളിലായിട്ട് നിർത്തും. ചില ഐലൻഡ്സ് കാണുമ്പോൾ അവിടെ നിർത്തുന്നു. അവിടെ ഉണ്ടാകുന്ന അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, സ്റ്റക്കായി പോകുന്ന റീസണുകൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളാണ് ആ മൂവിയിൽ കാണിക്കുന്നത്. എന്തൊക്കെ കാരണം കൊണ്ട് അവർ ഇതൊക്കെ തടസ്സം പറ്റി, എന്തുകൊണ്ട് അവരെത്തിയില്ല, ഇതൊക്കെ ഓൾറെഡി ഈ ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ മിത്ത് നമുക്ക് എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്നതാണ്. എല്ലാവർക്കും അറിയില്ലെങ്കിലും ഞാൻ ആ ഡീറ്റെയിൽസ് എന്തായാലും പറയുന്നില്ല. അത് നിങ്ങളിപ്പോൾ മൂവിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. വേണമെങ്കിൽ ഒരെണ്ണം എനിക്ക് പറഞ്ഞുതരാം, കാരണം മൂവിയിൽ അത്ര സ്പെസിഫൈ ആയിട്ട് പറയുന്നില്ല. വൺ ഓഫ് ദ ഐലൻഡിൽ അവനൊരു താമരയുടെ ഒരു ഫ്രൂട്ട് കഴിക്കും. അത് കഴിക്കും തോറും ഹാലുസിനേഷൻ ആയിക്കൊണ്ടിരിക്കുക ആൾക്ക് ഇങ്ങനെ. അപ്പം അതാണ് അതിൻ്റെ ഒരു ഡ്രഗ് പോലെ അഡിക്ഷനിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ കുറേ സമയം പോകും. അപ്പം ഇതുപോലെ ഓരോ ഐലൻഡിലും ഒരു സ്റ്റോപ്പ് ചെയ്യുന്നിടത്തും പോകുന്ന വഴികളിലും പല പല പ്രശ്നങ്ങളും, മോൺസ്റ്റേഴ്സ്, അത് ഇത് പലതും ഇവർ തരണം ചെയ്യും. അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്യണം. അപ്പോൾ ഇതിൽ പിന്നെ സാധാരണ ഒരു ഫുൾ ലോജിക്കൽ മൂവിയല്ല, ഇതൊരു മിത്തിക്കലാണ്. ഗോഡുകളുണ്ട്. അപ്പോൾ ഗ്രീക്ക് ദൈവങ്ങളെ അറിയല്ലോ, സൂസ്, പൊസൈഡൻ, പെത്തീന, ഇവരൊക്കെ കാറ്റിൻ്റെയും ഇതിൻ്റെയും എല്ലാത്തിൻ്റെയും ഓരോരോ പവറുകളുള്ളതാണ്. ഹേഡീസ്, ഹെല്ലിൻ്റെ. അപ്പം ഇങ്ങനെ പല 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 ദൈവങ്ങളുടെ പ്രീതിപ്പെടുത്തണം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഇവർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റും ഇവർ ഏറ്റെടുക്കണം. അപ്പം അങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അത് കണ്ട് അവൾ എത്തിയിട്ട് അവനെ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് അവൻ്റെ കിങ്ഡം തിരിച്ചെടുക്കാൻ പറ്റുമോ? അവനൊരു ഭാര്യയും കൊച്ചുണ്ട്. അവനവിടെ നിന്ന് യുദ്ധത്തിന് വരുമ്പോൾ ഒഡീസിയസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവർ രണ്ടുപേരെയാണ്. ഇവർ രണ്ടുപേരെ കാണാൻ വേണ്ടി അവനെല്ലാം തരണം ചെയ്ത് എത്തുമോ? ഇതൊക്കെയാണ് ക്രിസ്റ്റഫർ നോളൻ്റെ മൂവിയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. മൂവി കണ്ടു, റിയലി നൈസ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഐമാക്സിൽ കാണാൻ പറ്റിയവർ കാണാം, അല്ലെങ്കിൽ എപ്പിക് സിനിമാസിൽ അതിൽ ആ ഒരു ഫോർമാറ്റിലെങ്കിലും കാണാൻ പറ്റിയ കാണാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ സാധാരണ തിയേറ്ററിലെങ്കിലും നമ്മൾ കാണാൻ ശ്രമിക്കുക. കാരണം ഇത് നമ്മൾ OTT റിലീസൊക്കെ കാണുമ്പോൾ എത്രത്തോളം അത് നമുക്കൊരു എഫക്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പരമാവധി തിയേറ്ററിൽ പോയി കാണാം. ഐമാക്സ് ഇല്ലെങ്കിലും സാധാ തിയേറ്ററിൽ കണ്ടാലും മതി. കിട്ടിയില്ലെങ്കിൽ, ഐമാക്സ് ഒന്നും കിട്ടിയില്ല, എപ്പിക് ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം. താങ്ക് യു.